കർഷകർക്ക് ഉപാധിരഹിത പട്ടയം നൽകാതിരിക്കാൻ ഗൂഢാലോചന നടന്നതായി കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് ജോണി നെല്ലൂർ. കർഷകർക്ക് പട്ടയം നൽകാനുള്ള തീരുമാനം അട്ടിമറിച്ച സംഭവത്തെക്കുറിച്ച് സർക്കാർ സമഗ്ര അന്വേഷണം നടത്തണമെന്നും നവംബർ 1-നകം ഉപാധിരഹിത പട്ടയം നൽകണമെന്നും ജോണി നെല്ലൂർ ആവശ്യപ്പെട്ടു. 1977 ജനുവരി 1-ന് മുമ്പായി കുടിയേറിയ കർഷകർക്ക് 4 ഏക്കർ വരെ പട്ടയം നൽകാനുള്ള UDF തീരുമാനം അട്ടിമറിച്ച് പട്ടയ കാലാവധി 2005 ആക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ വൻ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളതെന്ന് ജോണി നെല്ലൂർ ആരോപിച്ചു. കർഷകർക്ക് ഉപാധിരഹിത പട്ടയം കൊടുക്കുന്നത് ഇല്ലാതാക്കിയ നടപടിയെക്കുറിച്ച് സർക്കാർ സമഗ്ര അന്വേഷണം നടത്തണമെന്നും നവംബർ 1-ന് മുമ്പായി ഉപാധിരഹിത പട്ടയം നൽകണമെന്നും ജോണി നെല്ലൂർ ആവശ്യപ്പെട്ടു. കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഏതോ ശക്തികൾ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഈ വിവാദങ്ങളെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഈ വിവാദങ്ങൾക്ക് പിന്നിൽ, ഈ പുതിയ സംഭവവികാസങ്ങൾക്ക് പിന്നിൽ എന്താണ് നടന്നതെന്ന് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തുകയും അതോടൊപ്പം തന്നെ കേരള പിറവി ദിനം നവംബർ 1-നാണ്. അതിനു മുമ്പ് ഉപാധിരഹിത പട്ടയം മുഴുവൻ കൃഷിക്കാർക്കും കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും ഗവൺമെൻറ് തയ്യാറാകണം. ഏത് തലത്തിലാണ് ഗൂഢാലോചന നടന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ പട്ടയം നൽകുന്നത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ചെറുക്കുമെന്നും തീരുമാനം വൈകിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-നെ ബാധിക്കുമെന്നും ജോണി നെല്ലൂർ വ്യക്തമാക്കി. ഇനിയും ഈ കാര്യത്തിൽ കാലവിളംബം പാടില്ല. അടിയന്തരമായി പട്ടയം കൊടുക്കണം. യാതൊരു സംശയവുമില്ല. ഈ പട്ടയം കൊടുക്കാത്ത ഒരു സാഹചര്യമാണ്, അനന്തമായി പട്ടയ നടപടി നീട്ടിക്കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ UDF-ന് ദോഷമായി ബാധിക്കും. UDF തീരുമാനം അട്ടിമറിച്ചാണ് സർക്കാർ ഭൂപതിവ് ചട്ട നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്ന ജോണി നെല്ലൂരിന്റെ പ്രസ്താവന UDF-നുള്ളിൽ മറ്റൊരു വിവാദത്തിനാകും തിരികൊളുത്തുക. റിപ്പോർട്ടർ, പാലക്കാട്.